ഗോവ ലോകത്തിലെ ആഘോഷത്തിൻ്റെയും ബീച്ചുകളുടെയും നാടായി അറിയപ്പെടുന്ന സ്ഥലമാണ് ഗോവ. പക്ഷേ ഈ ഗോവയിൽ തന്നെ സൂര്യപ്രകാശം പോലും ഭയന്ന് മാറി നിൽക്കുന്ന ഒരു വീടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? രാത്രിയായാൽ ആ വീട്ടിൽ നിന്ന് നടക്കാൻ പോലും നാട്ടുകാർ മടിക്കുന്നു. അകത്ത് ആരുമില്ല, എന്നാൽ കാൽവെപ്പുകളുടെ ശബ്ദം കേൾക്കും. ജനലുകൾ താഴെ അടയും, വാതിലുകൾ താനേ തുറക്കും. അവിടെ താമസിച്ചുള്ള മുൻപത്തേതുപോലെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ഇതൊരു സിനിമയല്ല, കെട്ടുകഥയുമല്ല. ഇത് ഗോവയിലെ റോഡ്രിഗസ് ഹൗസാണ്. യഥാർത്ഥ ഭീതിയുടെ കഥ. വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ദ ഇന്ത്യ അൺടോൾഡ്. റോഡ്രിഗസ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ വെർണ എന്ന ശാന്തമായ പ്രദേശത്താണ്. ടൂറിസ്റ്റുകളുടെ തിരക്കിൽ നിന്ന് അകലെയുള്ള സ്ഥലം. പോർച്ചുഗീസ് ശൈലിയുള്ള സാധാരണ വീട് പോലെ തന്നെയാണ് ആദ്യം കാണുമ്പോൾ. കട്ടിയുള്ള മതിലുകൾ, വളഞ്ഞ ജനലുകൾ, ചുവന്ന ടൈൽ മേൽക്കൂര. പക്ഷേ ആ വീടിനെക്കുറിച്ച് ചോദിച്ചാൽ നാട്ടുകാർ ഒരേ കാര്യം പറയും: ആ വീട്ടിൽ ഒരിക്കലും ശൂന്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന റോഡ്രിഗസ് കുടുംബമായിരുന്നു. ഒരു ക്രിസ്ത്യൻ ഗോവൻ കുടുംബം. അച്ഛനും അമ്മയും കുട്ടികളും ഉൾപ്പെടുന്ന എല്ലാവരും ബഹുമാനിച്ചൊരു സാധാരണ കുടുംബം. ആദ്യകാലത്ത് എല്ലാം സാധാരണമായിരുന്നു. പള്ളിയിൽ പോകുമായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷേ പതിയെ എന്തോ തെറ്റാൻ തുടങ്ങിയോടെ പതിയെ അവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് അയൽവാസികൾ ശ്രദ്ധിച്ചു. രാത്രിയിൽ ലൈറ്റുകൾ മുഴുവൻ സമയം തെളിഞ്ഞു കിടക്കും. വീട്ടിൽ നിന്ന് വാദപ്രതിവാദങ്ങളുടെ ശബ്ദം, ചിലപ്പോൾ നിലവിളികൾ പോലും. എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യമെന്ന് വെച്ചാൽ ആ സമയത്ത് ആരെയും പുറത്തേക്ക് വരുന്നത് കണ്ടിട്ടില്ല. പിന്നീട് റോഡ്രിഗസ് കുടുംബം പള്ളിയിൽ പോകുന്നത് നിർത്തി. സാമൂഹ്യ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമായി. ഒരു രാത്രി എല്ലാം അവസാനിച്ചു. അടുത്ത ദിവസം വീട് തുറന്നപ്പോൾ അകത്ത് നടന്നത് പറയാൻ പോലും ആളുകൾ ഭയന്നു. റോഡ്രിഗസ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മരിച്ച നിലയിൽ കണ്ടെത്തി. ഇത് ആത്മഹത്യയാണോ, കൊലപാതകമാണോ, അല്ലെങ്കിൽ മനുഷ്യർക്ക് അതീതമായ എന്തെങ്കിലും ഇടപെടലാണോ? ഇന്നും അതിന് വ്യക്തമായ ഉത്തരമില്ല. റോഡ്രിഗസ് കുടുംബം മരിച്ചതിന് ശേഷം ഈ വീട് പലർക്കും വാടകയ്ക്ക് കൊടുത്തു. പക്ഷേ ആ ഒരു കുടുംബവും ദീർഘകാലം അവിടെ താമസിച്ചില്ല. ഒരു കുടുംബം അവിടെ താമസിക്കാൻ എത്തിയ ആദ്യ ആഴ്ച തന്നെ രാത്രിയിൽ മുകളിൽ നിന്ന് നടക്കുന്നതിൻ്റെ ശബ്ദം കേട്ടു. മുകളിലെ നിലയിൽ ആരുമില്ലായിരുന്നു. അടുത്ത ദിവസം അവർ വീട്ടുടമയോട് പറഞ്ഞു, ഈ വീട്ടിൽ മറ്റാരോ ഉണ്ട്. ഒരാഴ്ചക്കുള്ളിൽ അവർ ആ വീട് വിട്ടുപോയി. അതിനുശേഷം അവിടെ താമസിക്കാൻ വന്ന ഒരു സ്ത്രീയായിരുന്നു. അവരൊരു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ കിടക്കകരിയിൽ ആരും നിൽക്കുന്ന പോലെ അവർക്ക് തോന്നി. കണ്ണു തുറന്നപ്പോൾ ആരുമില്ല. പക്ഷേ ശ്വാസത്തിൻ്റെ ചൂട് അവർക്ക് അന്നേരം അനുഭവപ്പെട്ടു. ആ ഒരു അനുഭവത്തോടു കൂടി അവരും ആ വീട് ഒഴിഞ്ഞുപോയി. ഈ ഒരു വീടിനെക്കുറിച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് എന്നും ഒരു ഭീകരമായ അനുഭവമാണ്. രാത്രികാലങ്ങളിൽ ടാക്സി ഡ്രൈവേഴ്സ് പോലും അവിടെ പോകാറില്ല. അവിടെ പോയി ചില ടാക്സി ഡ്രൈവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീടിൻ്റെ അടുത്തെത്തുമ്പോൾ അവരുടെ വാഹനം താനെ നിൽക്കും, എൻജിൻ പ്രവർത്തിച്ചിട്ടും മുന്നോട്ട് പോകില്ല. ഇന്ന് റോഡ്രിഗസ് ഹൗസ് അവിടെ അടച്ചിട്ട നിലയിലാണ്. പകൽ സമയത്ത് ശാന്തം, പക്ഷേ രാത്രി ആ വീട് ജീവൻ പ്രാപിക്കുന്നു എന്ന് നാട്ടുകാർ ഇന്നും പറയുന്നു. ഇത് വെറും കഥയാണോ, അല്ലെങ്കിൽ യഥാർത്ഥ ഭീതിയോ? നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഇത്തരത്തിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള ഭീകരകഥകൾ അറിയുവാനും കേൾക്കുവാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ചില വീഡിയോകൾ ഒരിക്കലും ശൂന്യമാവില്ല.